ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ NDA കക്ഷികൾ വിജയം കൈവരിക്കുന്നുവോ അപ്പോഴൊക്കെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പഴി കേൾക്കാറുണ്ട്. എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത എത്രത്തോളമുണ്ട് എന്ന് നമുക്കറിയാം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജെ ഗോപികൃഷ്ണന്റെ വാക്കുകളിലേക്ക്. ഇന്ത്യയിൽ ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും ആയി ബന്ധപ്പെട്ട കേൾക്കുന്ന ആരോപണങ്ങൾ? നമ്മളിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ആരും പറയാതിരിക്കുന്നൊരു കാര്യമുണ്ട്. 2013 സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോട് ചേർന്ന് VVPAT മെഷീനും കൂടെ ആഡ് ചെയ്തത്. 2014 തൊട്ട് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഇലക്ഷനും, അതായത് സുബ്രഹ്മണ്യ സ്വാമി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ എന്ന കേസിൽ 2010 കൊടുത്ത കേസ് നീണ്ട ആർഗ്യുമെൻസിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ നടക്കുന്ന രീതി. അതായത് വോട്ടിംഗ് മെഷീൻ കൗണ്ടിംഗ് സമയത്ത് ഓരോ അസംബ്ലിയിലെയും റാൻഡം സെലക്റ്റഡ് ആയ 5% മെഷീനുകൾ തമ്മിൽ ഒത്തുനോക്കും. കടലാസും ഇതും നോക്കിയിട്ട് ആണ് ഇലക്ഷൻ്റെ ഫൈനൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. 2014 ശേഷം ഇതുവരെ ഒരു വ്യത്യാസവും VVPAT മെഷീനിലെ കടലാസ് വോട്ട് ചെയ്ത സ്ലിപ്പിൻ്റെ എണ്ണവും മെഷീൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ ഇതുവരെ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. 5% ഒരു അസംബ്ലി സെഗ്മെൻറ്റിലെ അതായത് പാർലമെൻ്റ് ആവുമ്പോൾ 7 അസംബ്ലി സെഗ്മെൻ്റ് ഉണ്ട്. ഓരോ അസംബ്ലി സെഗ്മെൻറ്റിലെയും 5% ഉള്ള ബൂത്തിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇനി വേറെ എന്താണ് സംഭവിക്കുന്നത്? 90 ദിവസത്തോളം ഈ VVPAT മെഷീനുകൾ സൂക്ഷിക്കും. അതായത് 90 ദിവസത്തിനകത്ത് ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പോയി ഇലക്ഷൻ കേസ് നടത്താം. 2014 സുപ്രീം കോടതി വിധിക്ക് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വ്യവസ്ഥയിൽ ഒരാൾ പോലും കേസ് പോയിട്ടില്ല. ഇത് കോടതിയിൽ എത്രയോ കാലം നടന്ന കേസാണ്. ഞാൻ ഈ കേസ് കോടതിയിൽ സുബ്രഹ്മണ്യ സ്വാമി വാദിക്കുന്നതും ഒക്കെ ഞാനിത് കണ്ടിട്ടുള്ളതാണ്. VVPAT മെഷീൻ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടേയില്ല.